പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലസ്ഡ് വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വെഗ്ബി. ഞാൻ ആഷിക് ജോയ്. ദി ഡോഗ്മ ഓഫ് പെർഗട്ടറിയുടെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇംഗ്ലണ്ടിൽ സംഭവിച്ച ഒരു സംഭവ കഥയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. സോ അതിലോട്ട് വരുന്നതിന് മുൻപ് ആസ് യൂഷ്വൽ ലെറ്റ് us begin with the prayer. Pater noster, qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. ഇംഗ്ലണ്ടിൽ ലോർഡ് സ്റ്റോട്ടൺ എന്ന പേരുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇംഗ്ലണ്ടുകാരനാണ്. കോർട്ടിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജോലി. അപ്പോൾ കോർട്ടിലെ തൻ്റെ ജോലി നിലനിർത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹം നിരന്തരം പ്രൊട്ടസ്റ്റൻ്റ് ശുശ്രൂഷയിലായിരുന്നു പങ്കെടുത്തിരുന്നത്. കത്തോലിക്കനാണെങ്കിൽ പോലും പ്രൊട്ടസ്റ്റൻ്റ് ശുശ്രൂഷയിലാണ് പങ്കെടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. കത്തോലിക്കർക്ക് പ്രൊട്ടസ്റ്റൻ്റ് ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ അനുമതിയില്ല. പലപ്പോഴും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളവർ പരിശുദ്ധ കുർബാനയൊന്നും കിട്ടാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും പ്രൊട്ടസ്റ്റൻ്റ് സർവീസിൽ പോകാറുണ്ട്. ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മൾ പറയണത് എന്താണ്? അവർ സർവീസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വർഷിപ്പ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്, അല്ലേ? നമ്മൾ പ്രൊട്ടസ്റ്റൻ്റ് കൂട്ടായ്മയിലെ ആളുകൾ പറയണത് ഇന്ന് ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം, ഒരു വർഷിപ്പ് നടക്കണമെങ്കിൽ, ഒരു ആരാധന നടക്കണമെങ്കിൽ ഒരു ബലി നടക്കണം. ബലിയുള്ളിടത്തെ ആരാധനയുള്ളൂ. ബലിയില്ലാത്ത ആരാധന അത് പ്യൂർലി എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് നോക്കിയാൽ കാണാം, പ്രൊട്ടസ്റ്റൻ്റ് പെന്തക്കോസ്ത് സഭകളിലെല്ലാം ഈ രീതിയിലുള്ള ആരാധനയാണുള്ളത്. ബലിയില്ല. അവർ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സത്താമാറ്റം വരുന്നതായിട്ട്, ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ പ്രോസസ്സ് നടക്കുന്നതായിട്ട് അവർ വിശ്വസിക്കുന്നില്ല. അത് വെറും ഒരു സിംബോളിക്കൽ ഒരു സിമ്പിൾ മാത്രമായിട്ടാണ് അവർ കാണുന്നത്. എന്നാൽ നമ്മൾ കത്തോലിക്കർ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, അപ്പവും വീഞ്ഞും ഈശോയുടെ തിരു ശരീരവും തിരു രക്തമായിട്ടും മാറുന്നുണ്ട് എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതങ്ങനെ തന്നെയാണ് എന്ന് AD 700 മുതലുള്ള ഇത് ഈ 2025 വിളക്കണ്ണൂരിൽ സ്ഥിരീകരിച്ചിട്ടുള്ള ദിവ്യീകരണ അത്ഭുതങ്ങൾ, 110-ലധികം ദിവ്യീകരണ അത്ഭുതങ്ങളിലൂടെ ദൈവം സ്ഥിരീകരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞായറാഴ്ച കുർബാന കടം നമുക്കൊരിക്കലും പ്രൊട്ടസ്റ്റൻ്റ് സഭയിലെ ശുശ്രൂഷയ്ക്ക് പോയാൽ വിട്ടപ്പെടുകയുമില്ല. ആ ശുശ്രൂഷയ്ക്ക് പോകുന്നത് ഒരു തെറ്റും കൂടിയാണ്. അപ്പോൾ ഈ ലോർഡ് സ്റ്റോട്ടൺ തൻ്റെ കോർട്ടിലെ ജോലി നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രൊട്ടസ്റ്റൻ്റ് ശുശ്രൂഷയിൽ നിരന്തരം പങ്കെടുത്തിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് ഉള്ളിലുണ്ടായിരുന്നു, ഇല്ല ഞാൻ തിരിച്ചു വരും, ഞാൻ സഭയോട് ചേർന്ന് നിൽക്കും എന്നൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതാണ്, മരണം ക്ഷണിക്കാത്ത അതിഥിയാണ്. ഒരു ആക്സിഡൻറ്റിൽ ഇദ്ദേഹം മരണപ്പെട്ടു. എന്നാൽ നമ്മുടെ ദൈവം എങ്ങനെയാണെന്ന് വെച്ചാൽ, എങ്ങനെയെങ്കിലും നമ്മളെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നൊരു ദൈവമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ദൈവം നോക്കും, ഒരു ലൂപ്പ് ഹോൾ ഉണ്ടോ ഇവനെ കയറ്റാൻ. മരിയാസിമ്മയുടെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ അനുഭവത്തിൽ മരിയാസിമ്മ കാണുന്നത് ഒരു ബക്കറ്റ് പിടിച്ചു വരുന്ന ഒരു ശുദ്ധീകരണാത്മാവ്, ഒരു ബക്കറ്റ്. എന്നിട്ട് ഈ ഒരു പെൺകുട്ടിയാണ്. എന്നിട്ട് ഈ പെൺകുട്ടി പറയണത്, ഈ ബക്കറ്റിലാണ് എൻ്റെ രക്ഷ, അല്ലെങ്കിൽ ബക്കറ്റാണ് എന്നെ രക്ഷിച്ചതെന്ന് പറയുകയാണ്. കേൾക്കുമ്പോൾ നമുക്ക് വിയേർഡായിട്ട് തോന്നും. ഈ കുട്ടിയോട് തൊട്ടടുത്ത വീട്ടിലുള്ളൊരു പ്രായമായിട്ടുള്ളൊരു ഒരു അമ്മാമ്മ പറഞ്ഞു, മോളെ ക്രിസ്മസൊക്കെ വരുമല്ലേ, എൻ്റെ വീടൊന്ന് കഴുകി വൃത്തിയാക്കി തരുമോ എന്ന് ചോദിച്ചു. ഞാൻ എനിക്ക് കാശ് തരാമെന്ന് പറഞ്ഞു. ഇവൾ പറഞ്ഞു, കാശൊന്നും വേണ്ട അമ്മേ, ഞാൻ വൃത്തിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ആ പ്രായമായിട്ടുള്ള സ്ത്രീക്ക് ഇവരെന്ത് ചെയ്യുന്നു, ഇതെല്ലാം വീട് മൊത്തം വൃത്തിയാക്കി കൊടുത്തു. ഇവർ മരിച്ചു. ഈ പെൺകുട്ടി മരിച്ചു, ദൈവസന്നിധിയിലെത്തി. നിത്യനരകാഗ്നിയിലോട്ട് തീർച്ചയായിട്ടും പോകാൻ സാധ്യതയുള്ള ലൈഫായിരുന്നു അവരുടേത്. പക്ഷേ ഇവർ ചെയ്ത ഈ ഒരു നന്മ പ്രവൃത്തി, ഇവർ ക്രിസ്ത്യാനിയാണ്, പക്ഷേ ക്രിസ്ത്യാനി ജീവിക്കുന്ന രീതി ജീവിച്ചില്ല. അവർ ചെയ്ത ആ നന്മ പ്രവൃത്തി കണക്കിലെടുത്ത് ദൈവം ശുദ്ധീകരണ സ്ഥലത്ത് അവർ ശുദ്ധി ചെയ്യുകയാണ്. മാരകമായ പീഡനങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു. കാരണം ഒരുപാട് കുർബാന മിസ് ചെയ്തതും കുമ്പസാരിക്കാത്തതും അതുപോലെ പ്രായശ്ചിത്തം ചെയ്യാത്തതെല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരാളും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരിക്കലും ഇടുങ്ങിയ ചിന്താഗതിയോട് നമ്മൾ ചിന്തിക്കരുത്, ഓക്കെ ഇന്നയാൾ ഇന്ന മതസ്ഥന നരകത്തിൽ പോയി, ഇന്നയാൾ ഇന്ന മതസ്ഥ നരകത്തിൽ പോയി. നമുക്ക് അറിയാത്ത, ദൈവത്തിന് മാത്രം വ്യക്തിപരമായിട്ട് അറിയാവുന്ന പല കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് നമുക്കൊരിക്കലും ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ നമുക്കറിയില്ല അവൾ എത്രത്തോളം അളവിലാണ് ഈശോ അറിഞ്ഞത്.
അവളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട മാതാപിതാക്കൾ അവളോട് ഈശോയെപ്പറ്റി പൂർണ്ണമായിട്ട് പറഞ്ഞോ? എന്തുകൊണ്ട് അവൾ പോയില്ല, ഞായറാഴ്ച പോയില്ല, അല്ലെങ്കിൽ ഇട ദിവസങ്ങൾ, നമുക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാത്ത മാരകഭാവമാണ്, കുമ്പസാരിച്ചിട്ടില്ല അവൾ, പരിശുദ്ധ കുർബാന സ്വീകരണമൊക്കെ കുറവാണ്, എന്നിട്ട് എങ്ങനെ എന്ന ക്വസ്റ്റ്യൻ ഇത് വിധി ദിവസം മാത്രം പുറത്തു വരേണ്ട ഒരു കാര്യമാണ്. ഇതുകൊണ്ടാണ് ഫുൾ ടൈം ജേഷ്യം പറയണത്, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെത്തിൽ കാണാൻ പോകുന്ന 3 മിറാക്കിൾസ്, 3 അത്ഭുതങ്ങൾ ഇതാണ്. ഒന്ന്, നിങ്ങൾ സ്വർഗത്തിൽ ഒരിക്കലും കാണില്ല എന്ന് വിചാരിച്ച ആളുകളെ നിങ്ങൾ സ്വർഗത്തിൽ കാണും. ഇതാണ് ഒന്നാമത്തെ അത്ഭുതം. രണ്ടാമത്തേത്, സ്വർഗത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാകും എന്ന് നിങ്ങൾ ധരിച്ചു വെച്ചിരുന്ന ആളുകൾ നിത്യ നരകാഗ്നിയിൽ പോയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം, നീ തന്നെ സ്വർഗത്തിൽ കയറിയതൊരു അത്ഭുതമാണ്. ഇതാണ് വിശുദ്ധ ഫുൾ ടൈം ജേഷ്യം പറയണത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ യുക്തി അനുസരിച്ച് നമ്മൾ ജഡ്ജ് ചെയ്യരുത്. ഇന്നയാൾ നരകത്തിൽ പോയി, ഇന്നയാൾ സ്വർഗത്തിൽ പോയി, നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അത്രമാത്രം നമ്മുടെ ചിന്തകളും ദൈവത്തിൻ്റെ ചിന്തകളും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി വന്നിട്ട് പറയുന്നത്, ഈ ഒരു ബക്കറ്റാണ് എൻ്റെ രക്ഷ, അന്ന് ഇങ്ങനെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ, പ്രതിഫലം കൂടാതെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ നേരിട്ട് നിത്യ നരകാഗ്നി പോകുമായിരുന്നു. അപ്പം നമ്മുടെ ദൈവം എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത് മനസ്സിലാക്കുക. ബട്ട് അറ്റ് ദ സെയിം ടൈം ദൈവത്തെ എതിർത്ത്, ഈശോയെ എതിർത്ത്, സഭയെ എതിർത്ത്, ഇതൊന്നും വേണ്ട എന്ന് ബോധപൂർവം ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും സുഖത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾ നിത്യ നരകാഗ്നിയിലൂടെ തന്നെ പോകും എന്ന് തന്നെയാണ് സഭ പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ ലോർഡ് സ്റ്റോട്ടൺ, ഇദ്ദേഹം മരിച്ചു. പക്ഷേ ഇദ്ദേഹം ഇംഗ്ലണ്ടിലെ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയിട്ട്, പീഡിപ്പിക്കപ്പെടുന്ന കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം ചെയ്ത നന്മ പ്രവൃത്തികളും, പിന്നെ ഇദ്ദേഹത്തിന് ആ ഒരു തീരുമാനം, ഞാൻ തിരിച്ചു വരും എന്ന ആ തീരുമാനം അദ്ദേഹം എടുത്തു. പക്ഷേ യാദൃശ്ചികമായിട്ട് അദ്ദേഹം മരിച്ചുപോയി. ആ തീരുമാനത്തെയും ദൈവം വിലമതിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ശുദ്ധീകരണ സ്ഥലത്തോട്ട് ദൈവം അയച്ചു. ഇദ്ദേഹം മരിച്ചു കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മറ്റൊരു വിവാഹം കഴിച്ചു. അതിലവർക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇദ്ദേഹത്തിൻ്റെ മകൾ ലേഡി അരുണ്ടേൽ എന്നു പേരുള്ള ഈ മകൾ പറഞ്ഞ ഒരു സാക്ഷിയാണ് പറയുന്നത്. അതായത് തൻ്റെ പിതാവ് മരിച്ചെന്നറിഞ്ഞപ്പോൾ തൻ്റെ അമ്മ ഒരു ദിവസം ഫാദർ കൊർണേലിയൂസ് എന്നു പേരുള്ള ഈശോ സഭ വൈദികനെ അദ്ദേഹം പിന്നീട് രക്തസാക്ഷിയായിട്ട് മരിച്ച ഒരു വൈദികനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, ഈ വൈദികൻ്റെ അടുത്ത് പോയിട്ട് ലോർഡ് സ്റ്റോട്ടൻ്റെ ഭാര്യ പറഞ്ഞു, എൻ്റെ ഭർത്താവിന് വേണ്ടി ഒന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കണം, അച്ഛന്മാരൊക്കെ പ്രാർത്ഥിക്കാം. അപ്പോൾ അന്നത്തെ കുർബാനയിൽ 24 പേര് പങ്കെടുത്തിരുന്നു, ഇവരുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും അടക്കം. അങ്ങനെ അച്ഛൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഘട്ടം എത്തിയപ്പോൾ അച്ഛനിങ്ങനെ സ്റ്റില്ലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കുറച്ച് നേരത്തേക്ക്. ആളുകളൊക്കെ നോക്കുകയാണ് എന്താ സംഭവിച്ചത്, അച്ഛനൊന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെ അച്ഛൻ വീണ്ടും ദിവ്യബലി തുടർന്നു. കുർബാന കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദർശനം കണ്ടു, നിങ്ങളുടെ പ്രിയപ്പെട്ട ഹസ്ബൻഡ് ശുദ്ധീകരണ സ്ഥലത്ത് വളരെയധികം മാരകമായ വേദനയിലൂടെ കടന്നു പോവുകയാണ്. അദ്ദേഹം നിലവിളിച്ച് കരയുന്നതാണ് കണ്ടത് ഞാൻ. എന്നിട്ട് ഈ ശുദ്ധീകരണ ആത്മാവ് ഇദ്ദേഹം ചെയ്ത പാവങ്ങളെല്ലാം ഈ വൈദികൻ്റെ അടുക്കൽ ഇങ്ങനെ നിലവിളിച്ച് കരഞ്ഞ് പറയുന്നതായിട്ടാണ് ഈ വൈദികൻ കാണുന്നത്. പിന്നീട് അവസാനം ജോബ് തിരുവചനത്തിൽ പറഞ്ഞ ആ ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ആത്മാവ് വിടവാങ്ങുന്നത്. ഹാവ് പിറ്റി ഓൺ മീ അറ്റ്ലീസ്റ്റ് യു മൈ ഫ്രണ്ട്സ്, ഫോർ ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് ഹാത്ത് ടച്ച്ഡ് മീ. ഇത് പറഞ്ഞിട്ട് ഈ ആത്മാവ് അപ്രത്യക്ഷമായി. ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഈ വൈദികനും കരഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന അംഗങ്ങളെല്ലാം കരഞ്ഞു. 24 പേരുണ്ടായിരുന്നു പള്ളിയിൽ കുർബാനയ്ക്ക്. ഇവരെല്ലാവരും ദുഃഖിച്ച് കരഞ്ഞു. ഇത് കഴിഞ്ഞ ഉടനെ ഇവർ നോക്കുമ്പോൾ ഈ ആൾത്താരോട് ചേർന്നുള്ള ചുമരിൻ്റെ ഭാഗത്ത് ഈ കോള്, ഈ കൽക്കരി കത്തിച്ചിട്ടുണ്ടാവുന്ന പുകയിൽ നിന്നും ചുമരിൽ വരുന്ന പാടുപോലെ ഒരു കറുത്ത പാട് വന്നിരിക്കുകയാണ്. അതായത് ഈ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും വരുമ്പോൾ ആ ആത്മാവിൻ്റെ ബോഡിയിൽ നിന്നും വരുന്ന ആ തീയുടെ പുക കാരണം വന്നിട്ടുള്ളതാണ് ഈ ചുമരിൽ കാണുന്ന ഈ കറുത്ത പാടുകൾ. അതുതന്നെയാണ് അതിന് ഏറ്റവും വലിയ പ്രൂഫ്. മറ്റൊന്ന് വിശുദ്ധ ലിഡ്വീനയുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവമാണ്. അപ്പോൾ വിശുദ്ധ ലിഡ്വീന പറഞ്ഞ ഇപ്രകാരമാണ്, ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു അശുദ്ധിയുടെ ഒരു ദുരാത്മാവ് ബാധിച്ച് വളരെ കാലം നിരന്തരം പാപം ചെയ്തിരുന്ന വ്യക്തിയാണ്, അശുദ്ധ മേഖലയിൽ പാപം ചെയ്തിരുന്ന വ്യക്തിയാണ്. പക്ഷേ മരിക്കുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആത്മാർത്ഥമായിട്ടുള്ള ഒരു അനുതപിക്കാനുള്ള കൃപ ഇദ്ദേഹത്തിന് ലഭിക്കുകയും ഇദ്ദേഹം നല്ലൊരു ആത്മാർത്ഥമായ അനുതാപം നിറഞ്ഞൊരു കുമ്പസാരം നടത്തുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം മരിച്ചു. പ്രായശ്ചിത്തമൊന്നും ചെയ്യാൻ പറ്റിയില്ല.
ലിഡ്വിനയ്ക്കിത് വളരെ നന്നായിട്ട് അറിയാം. ലിഡ്വിന എന്നിട്ട് ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇദ്ദേഹത്തിന് വേണ്ടി 12 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലിഡ്വിന പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം എക്സ്റ്റസിയിലായ സമയത്ത്, ആത്മീയ അനുഭൂതിയിലായ സമയത്ത് ലിഡ്വിനയുടെ കാവൽ മാലാഖ ശുദ്ധീകരണ സ്ഥലത്തോട്ട് കൊണ്ടുപോയപ്പോൾ അവിടെ വിശുദ്ധ ലിഡ്വിനെ കാണുന്നത് ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ആഴത്തിലുള്ള വലിയൊരു കുഴിയിൽ ഈ ആത്മാവ് 12 വർഷം കഴിഞ്ഞിട്ടും അവിടെ കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ മാലാഖ പറഞ്ഞു, ഇറ്റ് ഈസ് എ സോൾ ഓഫ് ദാറ്റ് മാൻ. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നില്ലേ, ആ മനുഷ്യൻ്റെ ആത്മാവ് 12 വർഷം കഴിഞ്ഞിട്ടും ഇവിടെ തന്നെയാണ്. അപ്പോൾ ഈ മാലാഖ ചോദിച്ചു, നീ റെഡിയാണോ ഈ മനുഷ്യനെ രക്ഷിക്കാൻ? അപ്പം ലിഡ്വിന പറഞ്ഞു, വിത്ത് ഓൾ മൈ ഹാർട്ട്, എൻ്റെ പൂർണ്ണ ഹൃദയത്തോടു കൂടെ ഞാൻ സഹായിക്കാൻ റെഡിയാണ് എന്ന്. അങ്ങനെ വളരെ ധീരമായ നിലപാടെടുത്തു. പിന്നീട് അവർക്ക് പുതിയ പുതിയ പീഡനങ്ങൾ വിശുദ്ധ ലിഡ്വിനയ്ക്കുണ്ടായി, സഹനങ്ങളുണ്ടായി. പക്ഷേ അവസാനം ഈ ആത്മാവ് സ്വർഗത്തിലോട്ട് ഈ ലിഡ്വിനയുടെ പ്രാർത്ഥന കാരണം എത്തി എന്നാണ് വിശുദ്ധ ലിഡ്വിന പറയേണ്ടത്. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, അടുത്ത മറ്റൊരു സംഭവ കഥയുമായിട്ട് വരുന്നവരെ പരിശുദ്ധമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. Ave Maria, gracia plena, Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christo Re.